ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ ദൈവസന്നിധിയോടൊപ്പമായിരിക്കാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരെ പ്രത്യേകം ഓർക്കുന്നു. പ്രത്യേക ഇന്നത്തെ ഈ യോഗ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന കർത്തദാസൻ പാസ്റ്റർ ജെയിംസ് പൊന്നോലൻ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന ഭവനദാസന്മാരാകുന്ന പാസ്റ്റർ പ്രധാൻ ശാഖോ, ബ്രദർ രാജു പൊന്നോലി, എനിക്ക് മുമ്പ് ദൈവജനം സംസാരിച്ച കർത്തദാസൻ പാസ്റ്റർ കെ സി ചാക്കോ, തുടർന്ന് ദൈവജനം സംസാരിക്കാൻ പോകുന്നു കർത്തദാസൻ പാസ്റ്റർ ജോൺ ചാക്കോ, അതുപോലെ തന്നെ കർത്തദാസൻ പാസ്റ്റർ ടി വി ബാബു, സാമ്പരിച്ച് വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരാണ് കർത്തദാസന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ സന്തോഷത്തോടെ നിങ്ങളുടെ മധ്യേ ഞാനായിരിക്കുന്നു. കർത്താവ് നടത്തുന്ന വഴികളെക്കുറിച്ച് ഇന്ന് ഞാനിവിടെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിചയമില്ല എങ്കിൽ ഒരു വാക്കിൽ പരിചയപ്പെടുത്തിയാൽ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചില പ്രായമുള്ള പ്രിയപ്പെട്ടവർക്ക് കർത്താവിന് ഇപ്പോൾ വിശ്രമിക്കുന്ന എൻ്റെ പിതാവിനെ കുറിച്ച് അറിയാം, പശുവിറ്റി ജോസഫ്. എൻ്റെ സാക്ഷ്യം ഒരു വാക്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം തന്നെയായിരുന്നു. ഓമകയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഞാൻ സാക്ഷ്യത്തിൽ സമയമെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ഹൃദയത്തിൽ തന്ന പ്രകാശിപ്പിച്ച ഒരു വേദഭാഗം വായിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഓവർകമർ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ജയാളികൾ എന്ന ആ പൊതുവായിട്ടുള്ള വിഷയത്തിൻ്റെ വിവിധ വിഷയങ്ങൾ വിവിധ ഭാഗത്ത് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവിക ആലോചന കൊരിന്ത്യർ 3 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 57-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Thanks be to God who gives us the victory through our Lord Jesus Christ. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നാം വായിച്ചു കേട്ടത് give thanks to God who gives us the victory through Lord Jesus Christ. ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? പഴയ നിയമ ഇസ്രായേൽ അവരുടെ മരുഭൂപ്രയാണത്തിൽ അവർ കൂടാരങ്ങൾ മാറ്റി അയച്ചു. അവർ പോയിരുന്ന സ്ഥലത്ത് ആരാധനയുടെ ധൂപകലശത്തിന്റെ പുക മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ ധൂപകലശത്തിന്റെ ആരാധനയുടെ ആ ശബ്ദം, ആരാധനയുടെ ധൂപകലശത്തിന്റെ പുക മുകളിലേക്ക് ഉയർന്നപ്പോൾ അവിടെ ശെഖീന മേഘം താഴേക്ക് ഇറങ്ങി വന്നു. അവിടെ അവരായിരുന്ന സ്ഥലത്ത് ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഞാൻ ഓർമ്മിക്കട്ടെ, ആരാധനയുടെ ശബ്ദം ഇവിടെ ഉയരുമ്പോൾ എത്ര പേർ കടന്നു വന്നു അതല്ല നമ്മുടെ വിഷയം. നാം കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ, ആരാധനയുടെ ശബ്ദം ഇവിടെ ഉയരുന്നുവെങ്കിൽ ആ വാസ്തവമായ ദൈവത്തിന്റെ ശക്തിയില ദൈവ തേജസ് ഇവിടെ ഇറങ്ങി വരട്ടെ. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ആരാധനയുടെ ശബ്ദം, സ്തുതിയുടെ ശബ്ദം, സ്തോത്രത്തിന്റെ ശബ്ദം ദൈവസന്നിധി ഉയരുമ്പോൾ അവിടെയാണ് ദൈവ തേജസ് ഇറങ്ങി വരുന്നത്. ഒരിക്കൽ ഒരു റോമൻ ശതാധിപൻ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാത രോഗം പിടിച്ച് സൗഖ്യമില്ലാതെ വളരെ വേദനിക്കുന്ന ഭവനത്തിലായിരിക്കുന്നത് പറഞ്ഞു. കർത്താവ് പെട്ടെന്ന് പറഞ്ഞ മറുപടി: അതിനെന്താ, ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വന്നവനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ശതാധിപൻ പറഞ്ഞു: ഇല്ല കർത്താവേ, നീ എന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ ഒരു കാക്ക് കൽപ്പിച്ചാൽ മതി. ആ വചനത്തിന്റെ ശക്തി അന്ന് മാത്രമല്ല ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഒരു വാക്കില് അത്ഭുതം നടക്കുന്ന ഒരു മകനായി തീരട്ടെ. ദൈവത്തെ കുറിച്ച് പറഞ്ഞത്, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ ഇവിടെ നടക്കുമെന്ന് ആത്മാവിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ, ഒരു വലിയ ദൈവ പ്രവൃത്തി കണ്ടേ നാം ഇവിടെ ഇന്ന് മടങ്ങിയുള്ളൂ. നമുക്കറിയാം, 40 വർഷം 30 ലക്ഷം ജനത്തിന് മന്ന കൊടുത്തു. വിതയില്ലായിരുന്നു, കൊയ്ത്തില്ലായിരുന്നു.
ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നാം ചിന്തിച്ചാൽ 30 ലക്ഷം ജനത്തിന് 40 വർഷം വേണ്ട ആകാരം നൽകി അവിടെ യാതൊരു സോഴ്സും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അന്ന് നടന്നു എങ്കിൽ അന്ന് മാത്രമല്ല ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നാം ആയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന ദിനങ്ങളായി തീരട്ടെ. അത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വ്യക്തമായി കാണുവാൻ പോവുകയാണ്. കരയുന്നവരെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പോവുകയല്ല, അവരുടെ കണ്ണുനീർ തുടച്ച നമ്മുടെ കർത്താവ് ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് അവരുടെ പ്രതിസന്ധികളെ മാറ്റി തരുവാൻ അല്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്തെങ്കിലും ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ള അല്ല കർത്താവ് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് വിടുതൽ നൽകിയെങ്കിൽ അതേ ദൈവം ഇന്ന് പകൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പരാജയപ്പെടുവാനല്ല, നാം വിജയിക്കുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാവരും വിജയികളാവണം, ക്രിസ്തുവിൽ വിജയികളായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യർ പലപ്പോഴും കണക്കുകൂട്ടുന്നത് അവരുടെ മാനുഷിക കഴിവുകൊണ്ട് ഒരുപക്ഷെ ചിലതൊക്കെ നേടുവാൻ കഴിയും. അത് മാത്രമല്ല അധികാരത്തിന്റെ ശക്തി കൊണ്ട് സൈന്യത്തിന്റെ ബലം കൊണ്ട് ഒരു പക്ഷേ ചിലതൊക്കെ നേടുവാൻ കഴിയും എന്ന് മനുഷ്യർ കണക്ക് കൂട്ടുമ്പോൾ അതെല്ലാം കേവലം മിഥ്യാധാരണയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ, നമ്മുടെ കഴിവ് കൊണ്ടോ സൈന്യത്തിന്റെ ബലം കൊണ്ടോ സൈന്യത്തിന്റെ ശക്തി കൊണ്ടോ യാതൊന്നും നേടുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയുന്നു എന്റെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്കിത് വിശ്വസിക്കുവാൻ കഴിയുമോ? 33-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, അതൊന്ന് ആരെങ്കിലും ഒന്ന് വായിക്കണോ? 33-ാം സങ്കീർത്തനം 16-ാം വാക്യം പെട്ടെന്നൊന്ന് വായിക്കുമോ? സൈന്യമെടുത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകും. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നമ്മുടെ കണക്കുകൂട്ടലുകൾ, നമ്മുടെ പ്രതീക്ഷകൾ സൈന്യത്തിന്റെ ബലം കൊണ്ടോ കുതിരയുടെ ശക്തി കൊണ്ടോ മനുഷ്യ ശക്തി കൊണ്ടോ പണം കൊണ്ടോ നേടുവാൻ കഴിയാത്തത് എന്റെ ദൈവത്താൽ സാധിക്കാം, എന്റെ ദൈവത്താൽ കഴിയും. ക്രിസ്തുവിലൂടെ ജയാളികളാകുവാൻ കർത്താവ് ഇന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന ചില അവകാശങ്ങളെ കുറിച്ച് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 2-3 അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ നാം അത് കേട്ടുകൊണ്ടിരിക്കുന്നത് വിശദീകരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന 1-2 ചില കാര്യങ്ങൾ അത് വായിക്കുവാൻ വേണ്ടിയല്ല. അവിടെ എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും, മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, മറ്റു പല വിഷയങ്ങളെ കുറിച്ച് പല കാര്യങ്ങളെ കുറിച്ച് അവിടെ വെള്ളയെടുപ്പ് അവർക്ക് കൊടുക്കും, അവരെ ധരിപ്പിക്കും, അവരെ ആലയത്തിന്റെ തൂണാക്കും. മാത്രമല്ല നമ്മുടെ കർത്താവിനോട് കൂടെ തന്നെ അവരെ സിംഹാസനത്തിൽ അവരെ ഇരുത്തും എന്ന് പല കാര്യങ്ങൾ ജയിക്കുന്നവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന നാം എല്ലാവരും ജയിക്കുവാനുള്ള ആഗ്രഹത്തിലാണ് ആയിരിക്കുന്നത്. പരാജയം പ്രതീക്ഷിച്ച് പരാജയപ്പെടുവാൻ, ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം സംഭവിക്കാനായി ആരും ആഗ്രഹിക്കാതെ ഇരിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കണം. നമുക്ക് എങ്ങനെ വിജയികളായി തീരുവാൻ കഴിയും? എങ്ങനെയാണ് നമുക്ക് വിജയികളായി തീരുവാൻ കഴിയുന്നത്? ഞാൻ 1-2 കാര്യങ്ങൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, വിശ്വാസത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. യേശുവിലുള്ള വിശ്വാസത്താൽ ജയിക്കുവാൻ കഴിയും. യേശുവിന്റെ വാക്ക് തന്നെ ശ്രദ്ധിക്കൂ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം 16-ാം അധ്യായത്തില് അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കും. അതാരെങ്കിലും ഒന്ന് വായിക്കുമോ? മാർക്ക് ചാപ്റ്റർ 16 verse 17 and 18. മർക്കോസ് 16-17-18 17-18 വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്നുകൊണ്ടും അവർക്ക് ഹാനി വരികയില്ല,
രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മതി വിശദീകരിക്കുന്നില്ല. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, വിശ്വസിക്കുന്നവർക്ക് പിശാചിന്റെ മേൽ ജയമുണ്ട്, രോഗത്തിന്റെ മേൽ ജയമുണ്ട്, മരണത്തിന്റെ മേൽ ജയമുണ്ട്. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് രോഗത്തിന്മേൽ ജയമുണ്ട്, മരണത്തിന്മേൽ ജയമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന പല വിജയത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. എങ്കിൽ ഞാൻ അടുത്തതായി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ആത്മശക്തിയാലുള്ള ജയം, ആത്മാവിലുള്ള ജയം. അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിൽ ഒരു കഷ്ടം അനുഭവിച്ച ശേഷം ഏതാണ്ട് 40 ദിവസങ്ങളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ചില മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഓർപ്പിച്ച ആ സംഭവം നമുക്കറിയാം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്ന് വെച്ചാൽ അക്ഷരീയമായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വലിയ അധിക പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നല്ല. എന്നാൽ ഞാനിപ്പോൾ അക്ഷരീയമായി നിങ്ങൾക്ക് മാറ്റപ്പെട്ടാൽ ആത്മസാന്നിധ്യം നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ആത്മശക്തിയാൽ ജയിക്കുവാൻ കഴിയാത്തതൊന്നുമില്ല. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ, അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾക്ക് സകലത്തിനെ ജയിക്കുവാൻ കഴിയോ, പിശാചിനെ ജയിക്കുവാൻ കഴിയോ, ലോകത്തെ ജയിക്കുവാൻ കഴിയോ, മരണത്തെ ജയിക്കുവാൻ കഴിയോ, രോഗത്തെ ജയിക്കുവാൻ കഴിയോ. ഇന്ന് പകൽ ആത്മാവിനെ ഏറ്റെടുക്കുവാൻ കഴിയുമോ? എത്ര പേർക്ക് അത് ഏറ്റെടുക്കുവാൻ കഴിയോ? അവരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആത്മശക്തിയാൽ, ആത്മാവിന്റെ ബലത്താൽ നമുക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യരിൽ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ 4-ൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡികമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയോ? എന്റെ പോരിന്റെ ആയുധം, ഞങ്ങളുടെ പോരിന്റെ ആയുധം അത് ജഡികമല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഏത് കോട്ടകളെയാണ് നമുക്കറിയാം. ഉയർന്നു നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ, അവരുടെ മുമ്പിൽ അന്ന് ഉയർന്നു നിൽക്കുന്ന യെരിഹോ കോട്ട, ശക്തമായ കോട്ട, ആർക്കും തകർക്കുവാൻ കഴിയാത്ത, ആർക്കും ഇടിക്കുവാൻ കഴിയയില്ല എന്ന് ചിന്തിച്ച് ആ കോട്ടയെ ഇടിക്കുവാൻ മറ്റുള്ള ഒരു പക്ഷേ മാനുഷിക കണക്കൂട്ടലിന് കഴിയയില്ല. അവർ ശക്തമായി ദൈവത്തെ ആരാധിച്ചപ്പോൾ, അവർ ശക്തമായി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, അതും അവരുടെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിച്ച വിഷയം, ലോകത്തിന്റെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിച്ച വിഷയം ആ കോട്ടയെ തകർക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് മകൾ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന കോട്ടകൾ അതെത്ര ശക്തമാണെങ്കിലും, അതെത്ര വലുതാണെങ്കിലും അതിനെ തകർക്കുവാൻ മറ്റൊന്നിനും കഴിയയില്ല എന്ന് ചിന്തിക്കുന്ന സഹോദരി, നിന്നോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ആത്മിന്റെ മുമ്പില്, നിന്റെ ദൈവത്തെ ആരാധിക്കുമ്പോ ആരാധനയുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴാത്ത കോട്ടകളില്ല. മാത്രമല്ല, സക്രിയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആ സൈന്യത്താൽ അല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന സകല വിഷയത്തിന് മുമ്പിൽ ഇന്ന് മകൾ ദൈവാത്മാവിൽ ഞാൻ പിന്നെ വിളിച്ചു പറയട്ടെ, അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. ഇന്ന് മകൾ ആത്മശക്തി വ്യാപരിക്കുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുമ്പോ നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന പല വിഷയങ്ങൾക്കും അതിന് മറുപടി ലഭിക്കുന്ന മകനായി തീരട്ടെ. ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവത്തെ ബോധപ്പെടുത്തുവാൻ കഴിയുമോ? അസാധ്യമെന്ന് ചിന്തിക്കുന്ന പല വിഷയത്തിന് നിന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയില്ല, നീ ദൈവത്തോട് വിളിക്കുമ്പോ, നീ ദൈവത്തെ ആരാധിക്കുമ്പോ, ദൈവത്തെ സ്തുതിക്കുമ്പോ അതിന് മുമ്പിൽ കോട്ടകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു മകനായി തീരട്ടെ. വചനം പറയുന്ന പുഷ്ടി നിമിത്തം മുഖം തകർന്നു നമ്മുടെ മുമ്പിൽ നമ്മെ തകർക്കുവാൻ നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖം വെച്ച്, നമ്മുടെ കരുത്തിൽ വെച്ച് നമ്മെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, എഴുന്നേൽക്കുവാൻ കഴിയയില്ല എന്ന് ചിന്തിക്കുന്ന പല വിഷയത്തിന് ഇന്ന് പകൽ പിന്നെയും ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അഭിഷേകം മുഖത്തെ തകർക്കുമെങ്കിൽ, അഭിഷേകം മുഖത്തെ താഴ്ത്തുമെങ്കിൽ, അഭിഷിക്തനോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ മുമ്പിൽ നിന്റെ അഭിഷേകത്തിന് മുമ്പ് സകല മുഖങ്ങളും തകർന്നു പോകും. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥനയാൽ നമുക്ക് സകലതിനെ നേരിടുവാൻ കഴിയും. പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തെ നേരിടുവാൻ, നമുക്ക് സകലതിനെ നേരിടുവാൻ കഴിയും.
ദൈവത്തിന്റെ ദാസനായിരുന്ന ഏലിയാവ്, നമുക്ക് സംഭവം പറയാം, ഒരിക്കൽ കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില നാളുകളായി പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഏലിയാവിനെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച്, ഏലിയാവിന്റെ ചരിത്രം പറയുവാൻ വേണ്ടിയല്ല. പ്രാർത്ഥിച്ച് മഴ പെയ്യരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മഴ പെയ്തില്ല. എന്നാൽ ചില നാളുകൾക്ക് ശേഷം മഴ പെയ്യണമെന്ന് ആഗ്രഹിച്ചു. കർമ്മേലിന്റെ മുകളിൽ മുഴക്കാലിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ബാല്യക്കാരനോട് പറഞ്ഞു, ബാല്യ നീ പോയി കടൽക്കരയിലൊന്ന് പോയി നോക്കിയിട്ട് വരുവാൻ. നമുക്ക് സംഭവം അറിയാം. കടൽക്കരയിൽ ബാല്യക്കാരൻ പോയി കടൽക്കരയിൽ പോയി നോക്കിയിട്ട് വന്നിട്ട് യജമാനോട് പറഞ്ഞു, യാതൊരു മറുപടിയും കാണുന്നില്ല, ഇത്രയും നീ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വിടുതലും കാണുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി. ഏതാണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്ന ചരിത്രകാരന്മാർ പറയുന്നത് 5 കിലോമീറ്ററോളം നടന്ന് കടൽക്കരയിൽ പോയി ഇവൻ തിരികെ വന്ന് വീണ്ടും നോക്കിയപ്പോൾ ഏലിയാവ് വീണ്ടും മുഴക്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഏലിയാവ് അവരോട് പറഞ്ഞു, നീ വീണ്ടും പോയിട്ട് വരുവാൻ പറഞ്ഞു. അങ്ങനെ 2ാം പ്രാവശ്യം പോയി, 3ാം പ്രാവശ്യം പോയി. നമുക്ക് സംഭവം അറിയാം. 6 പ്രാവശ്യം പോയിട്ട് 7ാം പ്രാവശ്യം മടങ്ങി വന്നപ്പോൾ യജമാനോട് പറഞ്ഞു, യജമാനെ, മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിനൊരു കാര്യം ഓർമ്മിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോവുകയും വന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വന്നും പോയിരിക്കുന്ന ആൾക്കാർ മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം കാണുമ്പോൾ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി കണ്ടത് മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘമല്ല, അവന്റെ മേൽ യഹോവയുടെ കരമിറങ്ങി വന്നു. ഇന്ന് പകൽ ശക്തമായി ഞാൻ ഓർമ്മിക്കട്ടെ, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നീ കാണുന്നത് മറ്റൊന്നുമല്ല, യഥാർത്ഥമായ യഹോവയുടെ കരം നിന്റെ മേൽ വരുവാൻ പോവുകയാണ്. ഏത് കരമാണെന്ന് ഞാൻ പറയാം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന്റെ കരം, ആഴിയിലെ വെള്ളത്തെ മുഴുവൻ, ഭൂമിയിലെ പൊടിയെ മുഴുവൻ, ആകാശത്തിലെ നക്ഷത്രത്തെ മുഴുവൻ ഉള്ളം കയ്യിൽ വഹിച്ചവന്റെ കരം. ആ കരം അന്ന് മാത്രമല്ല ഇന്ന് പകൽ നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. വ്യക്തമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ, ആരാധിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അവരുടെ മധ്യേ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം അന്ന് മാത്രമല്ല ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വരുന്നത് കാണുന്ന, വ്യക്തമായി കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഭക്തന്റെ മേൽ യഥാർത്ഥമായ ദൈവത്തിന്റെ കരം വന്നപ്പോൾ സംഭവിച്ചോ നമുക്കറിയാം. അവിടെ മുഴങ്കാലിലിരുന്ന വ്യക്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒരു വലിയ സന്തോഷം തോന്നി. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അരമുറുക്കി ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ, ഫറവോന്റെ കുതിരകളെ കെട്ടിയ രഥം, ആ കാലത്തെ ഏറ്റവും വേഗം ഏറിയ രഥത്തിന് മുമ്പിൽ അത് അതിശക്തമായി പായുമ്പോ അതിന്റെ പിന്നിലല്ല, അഭിഷിക്തൻ ഓടുന്നത് അതിന്റെ മുമ്പിലാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നീ ഒരു അഭിഷിക്തനാണെങ്കിൽ നീ ആരുടെയും പുറകിലല്ല, നീ മുമ്പിലാണ്. ഫറവോന് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയയില്ല, ആഹാബിന് നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയയില്ല. നീ അവനെല്ലാം പുറകിൽ നിൽക്കുമ്പോ നീ മുമ്പിലാണ്. വാസ്തവമായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലിറങ്ങി വരുമ്പോ, ആ ദൈവശക്തി നമ്മുടെ മേലിറങ്ങി വരുമ്പോ നാം പിന്നിലല്ല, നാം മുമ്പിലാണ്. ആത്മാവിൽ കണ്ടുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആത്മാവിൽ കണ്ടുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ആത്മശക്തിയോട് എത്ര പേർക്ക് മകൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ദൈവശക്തി വാസ്തവമായി നമ്മുടെ മേൽ കടന്നു വന്നാൽ ആര് നമ്മെ പിന്നിലാക്കുവാൻ നോക്കിയോ? കഴിഞ്ഞ നാളുകളിൽ എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്നെ പിന്നിലാക്കുവാൻ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മെ പിന്നിലാക്കുവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസ, നിന്നെ പിന്നിലാക്കുവാൻ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മകൻ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരു അഭിഷിക്തനാണെങ്കിൽ, നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഒരു മുഴക്കാലിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയയില്ല. അഭിഷിക്തൻ ആരുടെയും പിന്നിലല്ല, അഭിഷിക്തൻ എല്ലാവരുടെയും മുമ്പിലാണ്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ആഹാബേ, നിന്റെ മുമ്പിലാണ് അഭിഷിക്തൻ. നീ എത്ര ശക്തനാണെങ്കിലും നിന്റെ ശക്തി എത്ര വലുതാണെങ്കിലും അഭിഷിക്തത്തിന്റെ പിന്നിലല്ല, അഭിഷിക്തത്തിന്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ചില നിമിഷങ്ങളിൽ ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ കഴിയുമോ? ചില നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ആത്മശക്തിയോട്. ഓ ഗ്ലോറി.
ഹല്ലേലൂയ. ആത്മശക്തിയോടെ ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? അഭിഷിക്തനാഥേ പിന്നിലല്ല, അഭിഷിക്തനാഥേ പിന്നിലല്ല, നിന്നെ പിന്നിലാക്കുവാൻ നോക്കുന്നവന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ കര നിന്റെ മേൽ വന്നുവെങ്കിൽ നിന്നെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയയില്ല എന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. നമുക്കറിയാം, ദേശത്തെ അന്യ ആരാധന ആചാരത്തെ പ്രോത്സാഹിപ്പിച്ച് ആകാവിന്റെ പുറകെ പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത് എന്ന് പറയുന്ന കേൾക്കുന്ന അഭിഷിക്തനായ ദൈവത്തിന്റെ ദാസ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ നീ ആരുടെയും പിന്നിൽ പോകുവാനല്ല. പലരും നിന്നെ പിന്നിലാക്കുവാൻ നോക്കുമ്പോ ആത്മശക്തിയോട് ആത്മബലത്തോടെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ മുമ്പിൽ തന്നെ ഓടേണ്ടവനാണ്. ആ രഥം എത്ര ശക്തിയുള്ളതാണെങ്കിലോ എത്ര വേഗതയുള്ളതാണെങ്കിലോ അതിന്റെ പിന്നിലല്ല, അതിന്റെ മുമ്പിൽ ഓടുക. എന്റെ ദൈവമാണ് നിനക്ക് ബലം തന്നത് എന്നിട്ട് മകൻ വിശ്വസിക്കുവാൻ കഴിയുമോ? പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ കരം അന്ന് മാത്രമല്ല ഇന്ന് നിന്റെ മേൽ വരുന്നു. വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുവാൻ കഴിയുമോ? ആ കരം അന്ന് മാത്രമല്ല ഇന്ന് മകൾ സഹോദരി നിന്റെ മേലേക്ക് ആ കരം ഇറങ്ങി വരുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? അന്ന് മാത്രമല്ല കരം ഇന്ന് മകൾ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ആത്മശക്തിയോട് ഞാൻ വിളിച്ചു പറയട്ടെ, അന്ന് മാത്രമല്ല ആ കരം ഇന്ന് നിന്നും ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഓടിച്ചോ ആ ദൈവത്തിന്റെ കാര്യം കണ്ടുകൊണ്ട് ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, പടക്കൂട്ടത്തിനെതിരെ എന്റെ ദൈവത്താൽ മതിൽ ചാടി കടങ്ങ. ലോകത്തിന്റെ മുമ്പിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന വിഷയത്തിൽ എന്റെ ദൈവത്തിന്റെ കരം എന്റെ മേൽ ഇറങ്ങി വന്ന, എന്റെ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്ന ദാവീദിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ പടക്കൂട്ടത്തിനെതിരെ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കാം. എത്ര പേർക്ക് അത് കാണുവാൻ കഴിയും? വിശ്വസിച്ചുകൊണ്ട് പറയുവാൻ കഴിയുമോ? ആത്മശക്തിയോടെ പറയുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ, കഴിഞ്ഞ നാളുകളിൽ നമുക്കെതിരെ കടന്നു വന്ന നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറയ്ക്കെതിരെ, നമ്മുടെ തലമുറയെ ഇല്ലാതെയാക്കുക ശത്രു കൊണ്ടുവന്ന സകല പദ്ധതികളോ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിനെ പരാജയപ്പെടുത്തുക. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന സഹോദരി, ആരാധിക്കുന്ന ദൈവത്തിന്റെ ദാസ, ആരെല്ലാം പിന്നിലാക്കുക. നിന്റെ ജീവിതത്തിൽ ഇല്ലായ്മ കൊണ്ടുവന്ന സകല വിഷയത്തിന്മേലും ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, അതിന്റെ ജയം തരുക. എന്റെ കർത്താവിന്റെ ബദൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഒരു പക്ഷേ നിനക്ക് കഴിവില്ലായിരിക്കാം, നിനക്ക് വലിയ ശക്തിയില്ലായിരിക്കാം, മനുഷ്യരുടെ മുമ്പിൽ നീ ഒന്നുമില്ലായിരിക്കാം, മനുഷ്യരുടെ മുമ്പിൽ നീ ഒരു പക്ഷേ നിന്നാപാത്രമായി മാറിയിരിക്കാം. അതിനു മുമ്പിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സമ്മൂന്നത്തോടെ ഉറക്കം പറയുവാൻ കഴിയുമോ? I can't do everything through Jesus Christ who strengthened me. എന്നെ ശക്തനാകുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിന് മതിയായവൻ. എത്ര പേർക്ക് ദൈവാത്മാവ് വിളിച്ചു പറയുവാൻ കഴിയും? എന്നെ ശക്തനാകുന്നവന് ഇന്ന് മുതൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പരാജയപ്പെടേണ്ടവരല്ല, ക്രിസ്തുവിൽ ഞാൻ ജയിക്കേണ്ടവരാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? നാം പരാജയപ്പെടേണ്ടവരല്ല, നാം ജയിക്കേണ്ടവരാണ്. ക്രിസ്തുവിൽ നാം ജയാളികളായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് എന്റെ കർത്താവിന്റെ കരം എന്റെ മേൽ വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ചില ദിവസം കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? അന്ന് മാത്രമല്ല ഏലിയാവിന്റെ മേൽ ഇറങ്ങി വന്ന ആ ദൈവശക്തി, ഏലിയാവിന്റെ മേൽ വന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഈ പന്തലിൽ അത് കണ്ടുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? അതേ ശക്തി ഇന്ന് മുതൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ കരങ്ങളടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മബലത്തോടെ ആത്മശക്തിയോടെ ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവിന്റെ ബലത്തോടെ ചില നിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ? ആത്മശക്തിയോടെ ആത്മബലത്തോടെ ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമോ?
കഴിയുമോ? ചില നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഉറക്കെ പറയുവാൻ കഴിയണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ